രാത്രി യാത്രയിലേക്കാണ്. ഇന്നത്തെ രാത്രി യാത്ര എവിടത്തേക്കാണ്? തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ എന്നാലും നാളെ അവധിയാണല്ലോ. അതെ. അതൊരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കും. അപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അവധി ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് തൃശ്ശൂർ റൗണ്ടും ഒപ്പം തന്നെ ക്ഷേത്രങ്ങളുമാണ്. അവിടെ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഈ യാത്ര. പൂരം കൊട്ടിക്കയറുന്ന തെക്കേ ഗോപുരം നട മറ്റു ദിവസങ്ങളിൽ ശാന്തമാണ്. അപ്പോൾ സായാഹ്നം ചെലവഴിക്കാൻ തൃശ്ശൂർ ഒത്തുകൂടുന്നൊരു ഇടം കൂടിയാണ്. അപ്പോൾ പൂരമല്ലാത്ത സമയങ്ങളിൽ എന്താണ് അവിടുത്തെ ഒരു കാഴ്ച നോക്കാണ്. തൃശ്ശൂരുകാർ മാത്രമല്ല, പുറമെ പോലും പ്രിയപ്പെട്ട ഇടമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഇക്കാണുന്ന തെക്കേ ഗോപുര നട. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും തെക്കേ ഗോപുര നടയിലെ സായാഹ്നം ചിലവിടാനെത്തുന്നത് നിരവധി പേരാണ്. പൂരാവേശവും ആർപ്പും ആരവങ്ങളും വാദ്യമേളങ്ങളുമില്ല. ശാന്തമാണ് തെക്കേ ഗോപുരനട. പുതുമഴയിൽ പച്ചപ്പ് പുതച്ച് മനോഹരമാണ് തേക്കിൻകാടും. നഗരത്തിന് നടുവിൽ ശാന്തമായിരിക്കാൻ പറ്റിയ ഒരിടമാണ് തെക്കേ ഗോപുരനട. വൈകുന്നേരം മുതൽ രാവേറുന്നതുവരെ കുടുംബമായും സുഹൃത്തുക്കൾക്കൊപ്പവും നിരവധി പേരാണ് ഒഴുകിയെത്തുക. ഒരുവിധം തൃശ്ശൂരുകാരൊക്കെ ഈ ടൈമിൽ ഒഴിവാവുന്ന ആൾക്കാരൊക്കെ എത്തണ ഒരു സ്ഥലമാണിത്. നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്ക് ഒരു സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞായറാഴ്ച ഫാമിലീസുകളും എല്ലാവരും കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കണ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ തൃശ്ശൂര് എന്താ പറയുക, ടൗണിലെ നടുക്കില് ഇത്രയും സ്വസ്ഥമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം ആരുണ്ടെന്ന് തോന്നണല്ലേ. സൊറ പറയാനെത്തുന്നവർ സൗഹൃദം ചാലിച്ച രാവുകൾ കപ്പലണ്ടി കുറിച്ചും ഐസ്ക്രീം നുടഞ്ഞും സെൽഫി പകർത്തിയുമെല്ലാം രാവാഘോഷമാക്കി ആളുകൾ മടങ്ങും. 24 തൃശൂർ. സനൽകുമാർ ഒരു കമന്റ് അയക്കുന്നുണ്ട്. ചാനലുകളിൽ ലൈവ് പ്രോഗ്രാം വിളിക്കുമ്പോൾ മിക്കവാറും കിട്ടാറില്ല. ധാരാളം ആൾക്കാർ വിളിക്കുന്നത് കൊണ്ടാണ്. KSEBയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്, അല്ലാതെ ഒരിക്കലും ഫോൺ എടുത്ത് മാറ്റി വെക്കാറില്ല എന്ന്. അപ്പോൾ സനൽകുമാർ KSEBയിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ പേരൊന്ന് പറയാമോ എന്ന്. ഇറ്റ്സ് മീ കാശി എന്ന് പറയുന്ന ID എന്ന് ചോദിക്കുന്നുണ്ട്. അഭിനവ്, അഭിനിമ, അഭിനിയ. കൊള്ളാം, നല്ല പേരല്ലേ. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് കണ്ടിട്ട് ഷൈനി ഹരിദാസ് പറഞ്ഞു, ഞങ്ങളുടെ തൃശ്ശൂർ വടക്കുംനാഥൻ എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരുന്നുണ്ട്. വിൻസി വി വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവെക്കിൽ എന്ന പാട്ട് പാടൂ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രമിക്കാം. അപ്പം പത്തനംതിട്ട അവധി തരൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നു. എറണാകുളം അവധി തരൂ. പിന്നെ എല്ലാം അവധിയാണ്. ഒരു പ്രേക്ഷകയോ പറയുന്നത് ഞങ്ങൾ പാരൻസ് ആണ് ഇതിടുന്നത്. പാരൻസ് മാത്രമല്ല, കുട്ടികളും ഇടുന്നുണ്ട്. കുട്ടികളുടെ ഐഡിയിൽ നിന്നും ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്. റീന സതീശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ മഴ കമന്റുകൾക്കിടയിൽ ഞങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരുടെ കമന്റ്സ് കാണുന്നുണ്ടോ? വലിയ പാടാണ് കേട്ടോ, കാണാൻ വലിയ പാടാണ്.